ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കണേ. അപ്പോൾ നമുക്കിത് റവ വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ അപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഇത് മനസ്സിലാകും അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പാണ്. അപ്പോൾ നമുക്ക് റവ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അരിപ്പൊടിയും അതുപോലെ ഉഴുന്ന് പച്ചരി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിന്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഇതിലൊരു 1/4 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിൽ ഞാൻ കുറച്ച് കട്ടിയുള്ള അവിലുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കനം കുറഞ്ഞ അവിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ 1/4 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞിട്ടുള്ള അവിലാണെങ്കിൽ 1/4 കപ്പ് പോരാ, ഒരു 1/2 കപ്പ് വരെ എടുക്കണം കേട്ടോ. അപ്പൊ അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അളവിലാണ് ഞാൻ കാണിക്കുന്നത്, ഈ ഒരു പാത്രത്തിന്റെ അളവിലാണ് കാണിക്കുന്നത്. അപ്പൊ അത് രണ്ടും ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തൈരാണ്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് പുളിയുള്ള തൈരല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് അരച്ച് കൂട്ടി വെക്കാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിത് വേറെ രീതിക്ക് ഉണ്ടാക്കാതെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. വീഡിയോക്ക് ഇടയ്ക്ക് ഞാൻ പറയാം. അതിലേക്ക് ഞാനിതാ ആദ്യം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പൊടി എടുത്തിട്ടുള്ള കപ്പ് ഉണ്ടല്ലോ, അതിൽ ആദ്യം 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഞാൻ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് ഈ വെള്ളം നമുക്ക് ആ ഒരു റവയിൽ മുങ്ങി കിടക്കണം കേട്ടോ. ആ രീതിക്കാണ്. പിന്നെ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ഇവിടെ ഒരു 15 മിനിറ്റ് എന്തായാലും വെക്കുക. സമയമുണ്ട് വെച്ചെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നോട്ടെ കേട്ടോ. നമുക്ക് ആ റവയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ അവിലൊന്ന് കുതിർന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനിത് വെച്ചിട്ട് കേട്ടോ. അതിനുശേഷമാണ് ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് കണ്ടല്ലോ, ഇതുപോലെ ആക്കി കിട്ടും. നമുക്ക് ആ ഒരു റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു അവിലൊക്കെ നമ്മൾ അവില് ചേർത്തല്ലോ, അതൊക്കെ നല്ലോണം കുതിർന്നിട്ട് കണ്ടോ മാവ് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ? അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, അല്ലാതെ അരച്ചെടുക്കരുത്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാനിത് കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം നമുക്ക് അരച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഞാനിതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് വേണം കേട്ടോ. അപ്പൊ 1/4 കപ്പിലേറെ തേങ്ങ ചിരവിയതുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കൊത്തുണ്ടായിരുന്നു, അതാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു കപ്പ് വരെ, ഇനിയിപ്പോ 1/4 കപ്പ് ഉള്ളൂ വെച്ചെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അതിലും കുറഞ്ഞു പോവരുത്, 1/4 കപ്പിലും കുറഞ്ഞു പോവരുത് കേട്ടോ. അപ്പൊ ആ ഒരു തേങ്ങ ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ടോ. കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമുക്കിത് അരയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. കാരണം റവ ഇതിന്റെ പേരിൽ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ കുറവ് നല്ലോണം ഉണ്ടാവും. അപ്പൊ ഞാനിതാ ഫസ്റ്റ് അരച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് പൊങ്ങാൻ വേണ്ടി വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കൂട്ടി വെക്കുന്ന വെച്ചെങ്കിൽ ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നല്ലോണം അങ്ങനെ മഷി പോലെ ഒന്നും നമുക്ക് അരക്കാൻ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അത് അങ്ങനെ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഈ തേങ്ങേന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ അപ്പം കഴിക്കുമ്പോൾ കേട്ടോ. രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കും ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മിക്സിയിൽ എങ്ങനെയാണോ അരച്ച് കിട്ടുന്നത് വെച്ചാൽ ആ രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഒത്തിരി വെള്ളം ലൂസാക്കി എടുക്കരുത്. നമ്മൾ സാധാരണ ദോശ ബാറ്ററൊക്കെ പോലെ കിട്ടണം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്കിതാ ഈ ഒരു കൂട്ടത്തിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അരച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഇത് ഒത്തിരി ലൂസല്ല, നമുക്ക് പാകമാണ്. അപ്പൊ ഞാൻ ആ മിക്സിയുടെ ജാറിൽ നല്ലോണം മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് കഴുകിയിട്ട് ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊണ്ട് വെക്കരുത്. നല്ലോണം തന്നെ ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാനിത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത്. അപ്പൊ രാവിലെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ.
ഒരു 5-6 മണിക്കൂറെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇതാ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മാവ് ഇതാ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉഴുന്നും അതുപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നത് പോലെ നല്ലോണം പൊങ്ങി വരുമൊന്നുമില്ല. മാവ് ഇതാ ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പം കേട്ടോ. കണ്ടോ മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് കോരി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇത്രത്തോളം നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതില് ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം പൊങ്ങി കിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം കുത്തി കലക്കി ഒന്നും എടുക്കരുത് കേട്ടോ. ഒത്തിരി ലൂസ് ആക്കി എടുക്കരുത്. ആ പൊങ്ങി വന്നത് മൊത്തത്തിൽ അങ്ങോട്ട് താഴ്ത്തി കളയരുത് കേട്ടോ. ഇനി ഞാനിതാ അപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചൂടായിട്ടുണ്ട്. അപ്പൊ നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വെക്കുക. അപ്പൊ ദാ ഇതുപോലെ ബബിൾസ് ഒക്കെ വന്ന് ഇതിൽ നിറയെ ഹോൾസ് ഒക്കെ വന്നിട്ട് നിറയും. ആ ഹോൾസ് ഫുള്ള് കംപ്ലീറ്റ് ആയ ശേഷം ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു 1-1.5 മിനിറ്റ് ഒക്കെ മൂടി വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പൊ അതൊരു 2 മിനിറ്റ് വരെയെങ്കിലും 2 മിനിറ്റ് അതിലും കൂടി പോവരുത് കേട്ടോ. നമുക്ക് ഈ ഒരു പാനിൽ വെച്ചിരിക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അതാ 2 മിനിറ്റ് ഒരു 1-1.5 മിനിറ്റോളം വെച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് അത് മാറ്റി അപ്പൊ നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒരു ഹോൾസ് വന്ന് അത് നല്ലോണം ഫില്ലായതിന് ശേഷം മാത്രമേ ഈ മൂടി വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ആ ബാക്കി ഹോൾസ് വരാനുള്ള ഭാഗം ഹോൾസ് വരൂല. അപ്പൊ അവിടെ ഇങ്ങനെ വേവാത്ത പോലെ തോന്നും കേട്ടോ. അപ്പൊ അതിന്റെ പേരിലാണ്. അപ്പൊ ഹോൾസ് മൊത്തം വന്ന ശേഷം വേണം ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ ഒരു 2 മിനിറ്റിന് മേലെ ഒന്നും വെച്ച് കൊടുക്കരുത്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ സോറി. അപ്പൊ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് വെച്ചെങ്കിൽ അത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഹോൾസ് ഒക്കെ വരുന്നവർ വെക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ വേവിച്ചെടുക്കുക. അപ്പൊ ഞാൻ കുറച്ചൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നല്ല പഞ്ഞി പോലെയുള്ള അപ്പം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. അതുപോലെ തന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാൻ രാവിലത്തെ ഒക്കെ ആയിട്ട് കൊടുത്തയക്കുമല്ലോ, അങ്ങനെയൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ കൂടെ സവോള ചട്നി അതുപോലെ തേങ്ങാ ചട്നി എന്തും നമുക്ക് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ കയറി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ തലേ ദിവസം അരച്ച് വെച്ചതിന് പകരം നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ 1/4 കപ്പ് തൈര് ചേർത്തില്ലേ, അത് നിങ്ങൾക്ക് 1/2 കപ്പ് തൈര് ചേർക്കുക. എന്നിട്ട് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ, ഇല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും മൂടി വെച്ച ശേഷം നിങ്ങൾ ഈ അപ്പം ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് പഞ്ഞി പോലെ കിട്ടും. അപ്പൊ ബേക്കിംഗ് സോഡ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.